ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുനന്ദേൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പയ്യൻ്റെ ഒരു ബന്ധു അവരെ പറ്റി അന്വേഷിക്കാനായിട്ട് രഹസ്യമായിട്ട് വന്നതാണ് കേട്ടോ. വന്നു പെട്ടതോ നമ്മുടെ സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും മുന്നിൽ. ഹരീഷിനാണെങ്കിൽ ഇത് കേട്ടപ്പോൾ തന്നെ ചടപ്പായിട്ട് അവൻ പറയുന്നുണ്ട്, വേണ്ട ഏട്ടാ നമുക്ക് പോകാമെന്നൊക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയോ സുനന്ദാന്ന് പേരുള്ള കുട്ടീനെ? അപ്പം ഹരീഷ് പറയുന്നുണ്ട് ഇല്ലാന്ന്. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആണല്ലേ, ഞങ്ങളുടെ മകനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മകനാണെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, എൻ്റെ കുടുംബത്തിലെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വന്നതാണ്. ചെറുക്കൻ്റെ കമ്പനിയിൽ തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ കാലമല്ലേ, അപ്പം നമ്മളൊന്ന് അന്വേഷിച്ചിരിക്കണമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ടപ്പോൾ ഹരീഷും സുഭാഷും ഒന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് സുഭാഷ് പറഞ്ഞു, നല്ല കുട്ടിയാണ്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഞങ്ങളുടെ അയൽവക്കത്താണ് വീട്. നല്ല അച്ചടക്കമൊക്കെ ഉള്ള കുട്ടിയാണ്, പഠിക്കാനും ഇടിക്കുകയാണ്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് നല്ലതായിരിക്കും കുട്ടീനെ കെട്ടിക്കഴിഞ്ഞാൽ. കുട്ടി മാത്രമല്ല വീട്ടുകാരും നല്ല തന്നെയാണ്, നല്ല കുടുംബമാണെന്ന് പറയാണ് കേട്ടോ. ഹരീഷിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ അവനൊന്നും മിണ്ടുന്നില്ല. അത് കേട്ടപ്പോൾ അയാൾ നല്ല ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് അയാൾ നേരെ പോകുന്നത് ചായ കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറുമ്പോഴാണ് അവിടെ ഇരിക്കുന്നത് ആരാണ്, നമ്മുടെ ഭാസ്കരനായിരുന്നു. ഭാസ്കരനെ കണ്ടപ്പോൾ ഇയാളൊന്ന് ചിരിച്ചു. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്നെ അറിയോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല. പിന്നെ ഇതിനെ അറിയാത്ത ആളോട് ചിരിക്കുന്നത്? നമ്മുടെ മലയാളികൾ അങ്ങനെ ചിരിക്കാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്തുള്ളവരാണെങ്കിൽ ചിരിക്കും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ UK-ലായിരുന്നു കുറേ കാലം, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു കൂട്ടാവാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു കല്യാണാലോചനേൻ്റെ ഒരു അന്വേഷണമായിട്ട് വന്നതാണെന്ന്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, കല്യാണാലോചനേൻ്റെ അന്വേഷണമോ? ആർക്കാണ്, ആണിനാണോ പെണ്ണിനാണോ? അപ്പോൾ അയാൾ പറയാണ്, ആണിനാണ്. കുട്ടി ഇവിടെ നിന്നാണല്ലേ? അതെ എന്ന് അയാൾ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നു. 1-2 ടീമൊക്കെ പറഞ്ഞു നല്ല കുട്ടിയാണ്, നല്ല ബന്ധമാണെന്നൊക്കെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളും നാട്ടുകാരാണ്, ഞങ്ങളോട് ഞാനൊന്ന് പറയാം, ആ കുട്ടീനെ അറിയാൻ നോക്കട്ടെ എന്നൊക്കെ ഭാസ്കരനും പറയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കുട്ടീൻ്റെ പേര് സുനന്ദ, അച്ഛൻ്റെ പേര് ധനശേഖരൻ. അത് കേട്ടപ്പോൾ ഭാസ്കരൻ അവനെ അവിടേക്ക് പിടിച്ചിരുത്താണ്. കാരണം പ്രതികാരം വീട്ടാൻ കിട്ടിയ സമയമാണല്ലോ, പാഴാക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, അവരെനിക്ക് നന്നായിട്ട് അറിയാം. ദയവ് ചെയ്ത് നിങ്ങളുടെ നല്ല കുടുംബത്തിനെ നശിപ്പിക്കരുത്. അവരായിട്ടൊന്നും കൂട്ടുകൂടെ വേണ്ട, അവരുടെ ബന്ധം വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളെ ദൈവമാണ് എൻ്റെ അടുത്ത് എത്തിച്ചതെന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് പിന്നെ അവരെ പറ്റി ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയാണ്. ധനശേഖരന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും, അത് ഞങ്ങളുടെ ചെക്കൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, പക്ഷെ ആദ്യം എന്തൊക്കെയോ കേസിലൊക്കെ ആയിട്ട് ജയിലിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെ അവൻ്റെ വൈഫുണ്ട് ലളിത, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അവൾ മഹാബോറാണ്. അവൾക്ക് 10 നാക്കാണ് കഴുത്തിന് ചുറ്റും. പിന്നെ അവരുടെ ഒരു മാമനുണ്ട് ഗംഗാധരൻ, അവൻ മഹാ ചെറ്റയാന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഭാസ്കരൻ പറയുന്നത് കേട്ടപ്പോൾ അയാളാകെ ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുഭാഷ് വരുന്നത്. അപ്പോൾ സുഭാഷിന് മനസ്സിലായി അച്ഛനെ കല്യാണം മുടക്കാനുള്ള തത്രപ്പാടിലാണെന്ന്. അങ്ങനെ അവൻ വേഗം അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്ക് ഭാസ്കർ ഇതാണ് പറയുന്നത്, ആരാണ് അവരെ പറ്റി നല്ലത് പറഞ്ഞത്? അവൻ എൻ്റെ മുന്നിൽ കാണിച്ചതാ, ഞാൻ പറയാം അവനോട്. അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് അച്ഛനെ പിടിച്ച് മാറ്റിയിട്ട് പറയുന്നുണ്ട്, എന്താണ് അച്ഛൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഏട്ടാ, അച്ഛൻ കുറച്ച് കള്ള് കുടിച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറയുന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്, ഞാൻ ബോധമില്ലാതെ നല്ല സംസാരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം സുഭാഷ് പിന്നെയും പറയുന്നത്, എന്താണ് അച്ഛൻ, നിങ്ങൾക്ക് എന്താ പറ്റിയത്, അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് അയാളെയും കൂട്ടിയിട്ട് പോയിട്ട് പറയാണ്, നിങ്ങളത് കാര്യമാക്കണ്ട കേട്ടോ. അത് ആലോചിച്ചിട്ട് ഒരു കുട്ടീൻ്റെ ജീവിതം വെറുതെ നശിപ്പിക്കാൻ നിൽക്കണ്ട. അവർ നല്ല കുടുംബമാണ്, എന്തായാലും അത്ര അടിപൊളിയാണ്, വെറുതെ നിങ്ങൾ നല്ല ബന്ധം ഒഴിവാക്കണ്ട. അച്ഛൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കണ്ട, അച്ഛൻ്റെ സ്ഥിരം പല്ലവിയാണ് ഇത് കല്യാണം മുടക്കാന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളും കുറച്ച് ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് അയാൾ പോവാണ്. അയാൾ പോയപ്പോൾ തന്നെ സുഭാഷ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് അച്ഛൻ എന്താ പറയുന്നത്, വല്ല ബോധമുണ്ടോ? അത് കേട്ടപ്പോൾ ഭാസ്കരൻ അവനോട് പറയുന്നുണ്ട്, നിനക്കാണ് ബോധമില്ലാത്തത്. നിന്നെ പറ്റി അവർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി, നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയില്ലേ, എന്നിട്ട് നീ അവർക്ക് നല്ലത് വേണമെന്ന് ആലോചിക്കുന്നു, നീ ആരുടെ, യേശു ക്രിസ്തു? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരു പെൺകുട്ടീൻ്റെ ലൈഫാണ് ഈ പോകുന്നത്. അപ്പോൾ നിനക്ക് ലൈഫില്ലേടാ, നിൻ്റെ ലൈഫ് അവർ പോക്കാൻ നോക്കിയില്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കാവുന്ന ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല, അവരെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ ജീവിതം, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഓരോന്ന് പറയാൻ കേട്ടോ. ഭാസ്കരനാണെങ്കിൽ പിന്നെ അവനോട് ഓരോന്ന് പറയുമ്പോൾ അവൻ പറയുന്നത്, അച്ഛൻ വീട്ടിലേക്ക് അച്ഛനോട് ഞാൻ വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത്. ആദ്യമായിട്ട് സുഭാഷ് ശബ്ദം ഉയർത്തി അച്ഛനോട് സംസാരിക്കുന്ന കണ്ടപ്പം ഭാസ്കരനൊന്ന് പരുങ്ങുന്നുണ്ട്, അതായത് ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എടാന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവാണ്. സുഭാഷാണെങ്കിൽ തല ചൊറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ വീട്ടിലെത്തിയപാടെ ഓരോന്ന് പെറുപുറത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നഖം വെട്ടുന്ന നികേഷ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. ഭാസ്കരനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കടിഞ്ഞൂൽ പൊട്ടൻ എന്ത് ഭാവിച്ചിട്ടാണോ ആവോ, ഒരാൾ ഒരു കാര്യം മുടക്കാൻ നിൽക്കുമ്പം അവനത് കയറി പിടിക്കുന്നു. അവന് തീരെ ബോധമല്ലേ, അവൻ്റെ കാര്യത്തിൽ തന്നെ അവർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കുടുംബം മുടിഞ്ഞു പോട്ടെന്ന് വിചാരിക്കുകയാണ്. അവർ നമ്മളെ പറ്റി ആണല്ലേ വിചാരിക്കല്ലേ എപ്പോഴും പ്രശ്നം, എന്നിട്ടോ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറയാണ്. നിധിയാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ആർക്കറിയാം. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ പ്രശ്നം, എന്താ ഉണ്ടായത്? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇവിടുത്തെ മൂത്ത സന്തതിയില്ലേ,
ആ കടിഞ്ഞൂൽ പൊട്ടൻ സുഭാഷ് ചന്ദ്രബോസ് ആ സുനന്ദേൻ്റെ വീട്ടുകാരെ പറ്റി നല്ലത് പറഞ്ഞിരിക്കുന്നു. അവരന്വേഷിക്കാനായിട്ട് വന്നത് എൻ്റെ അടുത്തായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ സകല കാര്യങ്ങളും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അവരെ പറ്റിയും ആ ലളിതേനെ പറ്റിയും ഗംഗാധരനെ പറ്റിയും ഒക്കെ പറഞ്ഞു. പക്ഷെ അവൻ വന്നതെല്ലാം തിരുത്തി പറഞ്ഞു. അതും അയാളെ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞതൊക്കെ കള്ളാണ്, ഞാൻ കള്ളിൻ്റെ പുറത്ത് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വീണ്ടും പറഞ്ഞൊക്കെ കൺവിൻസ് ആക്കിയിട്ട് പോയിട്ടുണ്ട്. എന്തിൻ്റെ കേടാണ് അവന്? അവർ നമ്മളെ കുടുംബം നശിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്, എന്നിട്ട് നമ്മൾ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അവനെന്താ തലയ്ക്ക് സുഖമില്ല, അവന് ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സുനന്ദയാണെങ്കിൽ ആ കുട്ടി പമ്മി പതുങ്ങി പതുങ്ങി ഇവിടെ വരും, എനിക്ക് കണ്ടുകൂടാ ആ നാശത്തിന്. അവർ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരാണ്, എന്നിട്ട് അവനോ അവിടെ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ കയ്യിലൊരു കച്ചിത്തുരുമ്പ് പോലെ അവർ വന്നതായിരുന്നു, അതെല്ലാം അവൻ മുടക്കി. ഇതുവരെ നമ്മുടെ വീടിനെയോ നമ്മളെ പറ്റി ഇതുവരെ അവർ നല്ലതായിട്ട് പറഞ്ഞിട്ടില്ല. എവിടെയും നമ്മളെ പറ്റി മോശം മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു അവസരം ഒത്തു വരുമ്പോൾ അവൻ കയറി ഇടപെട്ടിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുക കേട്ടോ. സ്വയമായിട്ട് ദേഷ്യപ്പെട്ടാണ് നിധി അവിടെ നിൽക്കുന്നതെന്നുള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട് അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, ധനശേഖരൻ തങ്കം, ലളിത വൈരം, ഗംഗാധരനോ സ്വർണം, എന്തൊക്കെയാണ് അവൻ പറയുന്നത്? തലയ്ക്ക് തീരെ ബോധമല്ലേ അവന്? സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് കൊഞ്ചി അവനെ മയക്കിയെടുത്തിട്ട് ലാസ്റ്റ് കല്യാണം കഴിക്കാന്ന് വരെ പറഞ്ഞിട്ടൊരു പേർഷ്യക്കാരനെ കണ്ടപ്പോൾ പോയവളാണ് അവൾ. എന്നിട്ടാണ് അവൻ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടോ അവരെപ്പറ്റി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നിരിക്കുന്നു. മരക്കഴുത. മൂത്ത മകനൊരു കൊലപാതകമാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇതൊരു സത്യസന്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗിയുടെ അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നികേഷ് നിധിനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി നമ്മൾ രാത്രി കഴിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിധി പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ, സുഭാഷ് ഏട്ടൻ അത് എത്ര പാവമായതല്ലേ. ഇനിയിപ്പോൾ നമ്മളോട് അവരെന്ത് ദ്രോഹം ചെയ്താലും നമ്മൾ തിരിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവർക്ക് വേണ്ടി നല്ലതൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുമോ? നമ്മളൊക്കെ നേരെ തിരിച്ചല്ലേ പറയുള്ളൂ. അപ്പോഴേക്കും ഭാസ്കരൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, അവനൊരു സത്യസന്ധൻ, ഇതാണ് അവന് പെണ്ണ് കിട്ടാത്തത്, അവനൊരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല ഈ സ്വഭാവം വെച്ചിട്ട്. അത് കേട്ടപ്പോൾ നികേഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് നിങ്ങളുടെ സഹായം വേണ്ട, സുഭാഷ് ഏട്ടൻ എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടിക്കോളും, നിങ്ങളുടെ സഹായം ആരും ചോദിക്കുന്നില്ല. അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട് അയ്യോ അല്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കാൻ വരുന്നു? അതും പറഞ്ഞ് ഭാസ്കരൻ പോയി കേട്ടോ. അപ്പം നിധി നികേഷിനോട് പറയുന്നുണ്ട് എടാ നിങ്ങളുടെ ഏട്ടൻ ഇത്രയും പാവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതേ എടുത്തി പാവാണ് ഏട്ടൻ, ഏട്ടൻ അങ്ങനെ ആരോടും ദേഷ്യപ്പെടാനൊന്നും അറിയില്ല, ഇനി ഇങ്ങോട്ട് എന്ത് ദുഷ്ടത്തിനും ചെയ്താലും തിരിച്ചേട്ടൻ സപ്പോർട്ട് ചെയ്യുള്ളൂ, അവർക്ക് നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുകയുള്ളൂ. പിന്നെ അതുമല്ല സുനന്ദേച്ചിക്ക് ഒരിക്കലും നല്ലതല്ലാത്തൊരു കാര്യം വരാൻ ആഗ്രഹിക്കില്ല. സങ്കടമുണ്ട് സുഭാഷ് ഏട്ടൻ, അതെനിക്കറിയാം, പക്ഷേ സുഭാഷ് ഏട്ടൻ അങ്ങനെ ആയിപ്പോയി. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട് റിയലി ഗ്രേറ്റ് നിങ്ങളുടെ ഏട്ടൻ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് അതുകൊണ്ട് എന്ത് കാര്യം എടുത്തി, സുഭാഷ് ഏട്ടൻ ഇതുവരെ ഒരു പെണ്ണ് റെഡി ആയിട്ടില്ലല്ലോ, ഈ സ്വഭാവം വെച്ച് ശരിക്കും നല്ല പെണ്ണ് കിട്ടല്ലേ വേണ്ടത്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, അതാലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. അപ്പോൾ നിധി പറയുന്നുണ്ട് എടാ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു പെൺകുട്ടീനെ കിട്ടും, സുഭാഷ് ഏട്ടൻ്റെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടീനെ കിട്ടും. അതും പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ അകത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് റോഡിൽ കൂടെ നടന്നു വരുന്ന സുഭാഷിനെയും സുധീഷിനെയാണ് കേട്ടോ. അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് അവർ സുനന്ദേൻ്റെ വീടിന് മുന്നിൽ എത്തുന്നത്. അപ്പോൾ അവിടെ തോരണങ്ങളൊക്കെ തൂക്കി കണ്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നാളത്തെ പരിപാടീൻ്റെ ഒരുക്കങ്ങളായിരിക്കുമല്ലേ, സുഭാഷ് ഏട്ടന് ഒരു വിഷമമില്ല. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, അല്ല സുഭാഷ് ഏട്ടൻ നമുക്കൊരു കല്ലെടുത്തെറിഞ്ഞാലോ? അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അവൻ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇവരൊക്കെ എല്ലാവരും വിളിച്ചാൽ എല്ലാവരും വരും, നമ്മളൊക്കെ വിളിച്ചാൽ ആര് വരാനല്ലേ സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പണിക്കാരിലൊരാൾ ഗംഗേനോട് പറയുന്നത് അത് നമ്മുടെ ഭാസ്കരേട്ടൻ്റെ മക്കളല്ലേ. അപ്പോൾ അയാളത് കേട്ടപ്പോൾ അതന്നെ തല്ലിപ്പൊളി എന്നൊക്കെ പറയാം കേട്ടോ. അത് കേട്ടപ്പാടെ സുനന്ദ അകത്തുനിന്ന് ഓടി വന്നിട്ട് അവൾ ജനലിൽ കൂടെ നോക്കുകയാണ്. അവൾക്ക് സുഭാഷ് ഏട്ടനെ കണ്ടപ്പോൾ നെഞ്ഞ് പൊട്ടുകയാണ് കേട്ടോ. അവൾ പൊട്ടി കരഞ്ഞും കൊണ്ടാണ് നോക്കുന്നത്. അവളെ സുധീഷ് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ സുധീഷ് സുഭാഷ് ഏട്ടനോട് മെല്ലെ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ ആരെ ജനലിൽ കൂടെ നോക്കുന്നത് നോക്കിക്കേ. അങ്ങനെ സുഭാഷ് ഏട്ടൻ അതിലൂടെ നോക്കുമ്പോൾ സുനന്ദയാണ്. അപ്പോൾ സുനന്ദ നന്നായിട്ട് കരയാണ്. അവർ തമ്മിലൊരു ഐ കോൺടാക്റ്റ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.